തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്, പാർവതി പുത്തനാർ, നഗരത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം എന്ന് വേണം ഇവയെ രണ്ടിനെയും വിളിക്കാൻ. പ്ലാസ്റ്റിക് മുതൽ മനുഷ്യ വിസർജ്യം വരെ ഈ ജലസ്രോതസ്സുകളിലേക്ക് നിക്ഷേപിക്കുകയാണ്. ആർക്കും ഒരു കൂസലുമില്ല. കൃത്യമായ പരിശോധനയോ നിരീക്ഷണമോ ഒന്നുമില്ലാത്തതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ മാലിന്യം തോട്ടിലേക്ക് നിക്ഷേപിച്ചിട്ട് കടന്നു കളയാനും കഴിയും. നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകിയ തെളിനീരായിരുന്നു ഒരു കാലത്ത് ആമയിഴഞ്ചാൻ തോട്. ജനസാന്ദ്രത കൂടിയതോടെ ആമയിഴഞ്ചാൻ തോട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. സത്യത്തിൽ നഗരവാസികളാണ് ആമയിഴഞ്ചാൻ തോടിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് പറയാതെ വയ്യ. പ്ലാസ്റ്റിക് മുതൽ അറവ് മാലിന്യം വരെ ചാക്കിൽ കെട്ടിയാണ് ആമയിഴഞ്ചാനിലേക്ക് തള്ളുന്നത്. മനുഷ്യവിസർജ്യം ശുചിമുറിയിൽ നിന്നും നേരെ തോട്ടിലേക്ക്. ആശുപത്രി മാലിന്യമടക്കം ആമയിഴഞ്ചാനെ രോഗവാഹിനിയാക്കി മാറ്റി. ചില പാർപ്പിട വ്യാപാര സമുച്ചയങ്ങൾ മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കാൻ പ്രത്യേക പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മലിനജലമടക്കം ആമയിഴഞ്ചാനിലേക്കാണ് എത്തുന്നത്. തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ സ്ഥാപിച്ച സുരക്ഷാവേലികൾ നവീകരണത്തിന്റെ ഭാഗമായി മൈനർ ഇറിഗേഷൻ വിഭാഗം പൊളിച്ചു മാറ്റി. പണി പൂർത്തിയായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ആ സുരക്ഷാവേലികൾ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. റിപ്പോർട്ടർ ആർ ഋഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആമയിഴഞ്ചാൻ തോട് 12 കിലോമീറ്റർ ദൂരത്തിൽ മാലിന്യവാഹിയായി ഇങ്ങനെ കിടക്കുകയാണ്. അവിടേക്ക് ആ നേർക്കാഴ്ച അധികൃതർ കണ്ടില്ലെങ്കിൽ ഒന്ന് കാട്ടിക്കൊടുക്കാനാണ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ ലൈവ് തോൺ. നമ്മുടെ വാർത്താ സംഘം തയ്യാറാണ്. ടി വി പ്രസാദ്, ആർ ശ്രീജിത്ത്, റോഷിപാൽ, റിനു ശ്രീധർ, അഷിൻ ഡിയാഗോ എന്നിവരാണ് റിപ്പോർട്ടർ ലൈവ് തോണിന്റെ ഭാഗമായി ആമയിഴഞ്ചാൻ തോട് ഇന്ന് നേരിടുന്ന ദുരവസ്ഥ എന്ത് എന്നുള്ളതും അവിടെ ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയെന്നും വ്യക്തമാക്കാനായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ടീം. നമുക്ക് ആർ ശ്രീജിത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആർ ശ്രീജിത്ത്, ആമയിഴഞ്ചാൻ തോട്ടിൽ ശ്രീജിത്ത് ഇപ്പോൾ നിൽക്കുന്ന ഇടത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീജിത്തിന് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? ഈ കാഴ്ച എത്ര വർഷമായി ഇതേ രീതിയിൽ അവിടെയുണ്ട്? ശ്രീജിത്ത് തിരുവനന്തപുരത്ത് തന്നെ കുറേ കാലമായുള്ള ആളെന്ന നിലയിൽ ഇത് പരിചിതമായിരിക്കുമല്ലോ ഈ കാഴ്ച. റെയിൽവേ സ്റ്റേഷനിൽ ഈ ജോയി കുടുങ്ങിയ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗം വന്നു ചേരുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് അടുത്തുള്ള ആ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവിടെ ജോസ്കോ ജ്വല്ലറിയുടെ പിറകിലൂടെയാണ് ഈ തോട് ഒഴുകി വഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്നത്. റവന്യൂ രേഖകളിൽ ഈ തോടിന് ഇവിടങ്ങളിൽ പേര് പഴവങ്ങാടി തോട് എന്നാണ് ഉള്ളത്. ഈ പഴവങ്ങാടി തോടിൽ ഇപ്പോൾ നമുക്ക് പുറമേക്ക് മാലിന്യം കാണുന്നില്ല. എന്നാൽ ഈ മാലിന്യത്തിൻ്റെ ഈ തോടിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒരടി താഴെ വളരെ കട്ടിയായി മാലിന്യങ്ങൾ കിടക്കുകയാണ്. ഒഴുക്ക് വെള്ളത്തിൽ ഒഴുകിപ്പോകാവുന്ന കുപ്പികളും മറ്റ് കവറുകളും മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒഴുകിപ്പോയിട്ടുള്ളത്. ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം അതേപടി ഈ തോട്ടിൽ കിടക്കുന്നു. ഈ വെള്ളത്തിൻ്റെ നിറം കണ്ടാൽ അറിയാം, കറുത്ത വെള്ളമാണ്. ഇപ്പോൾ ഈ മഴ പെയ്ത് കുറച്ച് ഒഴുക്കുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും നേർത്ത കറുത്ത കളറുള്ളത്. അല്ലെങ്കിൽ തീർത്തും മലിനമായ വളരെ കരിയോയിലിൻ്റെ നിറമുള്ള ഒരു കറുപ്പ് ജലമായിരുന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാം, ആ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്ത്, ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്, അവിടുത്തെ ഇടതുഭാഗത്ത് വടക്ക് ദിക്കിൽ കൾവർട്ടുകൾക്കടിയിലൂടെയാണ് ഈ തോട് ഒഴുകി വരുന്നത്. അവിടെ മാലിന്യം ഒരു തിട്ടയായി കിടപ്പുണ്ട്. അത് താഴെ ഈ വെള്ളത്തിന് താഴെ ഏതാണ്ട് ഒരടി താഴെ വീണ്ടും മാലിന്യങ്ങൾ കിടക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. പിന്നെ നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഭാഗത്ത് പൂർണ്ണമായും മാലിന്യ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അടിത്തട്ടിൽ മാലിന്യം കിടക്കുകയാണ്. നമുക്ക് ഈ വെള്ളത്തിനടിയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, തിട്ടയായിട്ട് ഈ മാലിന്യം കിടക്കുന്നു. മാലിന്യം അടിഞ്ഞ് ജല അതോറിറ്റിയുടെ പൈപ്പിലേക്ക് മാലിന്യത്തിൻ്റെ ഭാഗങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് ആ ദൂരത്തുള്ള സ്ഥലം കാണാം. അവിടെ വീണ്ടും ഒരു കലുങ്കിനടിയിലേക്ക് ഈ തോട് കിടക്കുകയാണ്. അവിടെ അപ്പോൾ ഈ തോടിൻ്റെ വീതി കുറയും. വീണ്ടും മാലിന്യങ്ങൾ കുരുങ്ങിക്കിടക്കാനുള്ള സാധ്യത അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വടക്ക് ദിക്കിലേക്ക് പോകുന്ന സ്ഥലത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഈ ടണലിൻ്റെ ഭാഗത്ത് ഈ മാലിന്യം നീക്കാനിറങ്ങിയ ജോയിയുടെ മൃതദേഹം അവിടെ നിന്ന് ഒഴുകി ഏതാണ്ട് 1 കിലോമീറ്റർ കടന്ന് വന്നാണ് ഈ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തേക്ക് വന്നത്. അവിടങ്ങളിലെല്ലാം മാലിന്യ കൂമ്പാരമായിരുന്നു. ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ കുറച്ചുകൂടി വേഗത്തിൽ നമ്മുടെ ലൈവ് തോൺ നമ്മൾ ഓടുകയാണ്. ആ മാലിന്യം നീക്കുന്നതിനായി ആ ഒരു വേഗം ഉണ്ടാകണം എന്നത് തന്നെയാണ് ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ ജലസ്രോതസ്സുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പോർട്ടർ ഓർമ്മിപ്പിക്കുന്നത്. റിപ്പോർട്ടർ ലൈവ് തോണിൽ നമ്മൾ പരിശോധിക്കുന്നത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഇപ്പോഴും അടിത്തട്ടിൽ കിടക്കുന്ന മാലിന്യം നീക്കാതെ പുറമേ മാത്രം നമ്മൾ തെളിനീര് കണ്ടിട്ട് അത് മാലിന്യം പൂർണ്ണമായും ഒഴുകിപ്പോയി എന്ന് ധരിക്കരുത്. അതിന് അടിത്തട്ട് മുഴുവൻ മാലിന്യമാണെന്നുള്ള സന്ദേശങ്ങൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ലൈവ് തോൺ നമ്മൾ ജനങ്ങൾ
ജനങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരത്ത് എത്തുന്നവർക്കും തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കും വേണ്ടി ഈ പ്രശ്നം നമ്മൾ ഇടപെട്ട് പരിഹരിച്ചേ മതിയാകൂ. നമുക്കൊപ്പം ഇപ്പോൾ ടി വി പ്രസാദ് കൂടി ചേരുകയാണ്. ടി വി പ്രസാദ്, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിൽ വേസ്റ്റ് എടുത്തു മാറ്റിയ, അതായത് ജോയിക്കായുള്ള തെരച്ചിലിന്റെ ഭാഗമായി വേസ്റ്റ് എടുത്തു മാറ്റിയ ഭാഗമാണ് നമ്മൾ ശ്രീജിത്ത് നിൽക്കുന്നയിടത്ത് കണ്ടത്. നഗരത്തിൽ തന്നെ മാലിന്യം തള്ളുന്ന ഇടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏത് മാലിന്യമായാലും ഒരു കൂസലുമില്ലാതെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോകുന്ന ആളുകൾക്കുമുണ്ടല്ലോ ഉത്തരവാദിത്തം. അതൊന്നും നിരീക്ഷിക്കാനുള്ള സംവിധാനമില്ല എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പ്രസാദിന് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? തിരുവനന്തപുരത്ത് 2015 ശേഷം ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാണ് പ്രസാദ്? സുജിയ, ഞാനും റോഷിപ്പാലുമാണ് ഇവിടെയുള്ളത്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഈ പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്താണ്. ഇവിടെയാണ്, ഇതുവഴിയാണ് ജോയിയുടെ മൃതദേഹം ഒഴുകിപ്പോയത്. ആമയിഴഞ്ചാൻ തോടാണിത്. നമ്മൾ ഇന്ന് കാണിക്കാൻ വരുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിൽ കുന്നുകൂടിയ ഒരു മാലിന്യത്തിൻ്റെ ദൃശ്യത്തിലേക്ക് തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സുജിയ. ഈ മാലിന്യം ഇവിടെ ഇപ്പോൾ നിക്ഷേപിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ്. അതായത് ജോയിയുടെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ മൃതദേഹമുള്ളത്. ഇതുപോലെ ഈ മാലിന്യമുള്ളത്. ഇതുപോലെയുള്ള 4 ലോഡ് മാലിന്യം ഇവിടെ നിന്ന് കൊണ്ടുപോയി. അതായത് റെയിൽവേ നീക്കം ചെയ്തതാണ്. റെയിൽവേക്ക് ഇങ്ങനെ ഒരു മാലിന്യം സംസ്കരിക്കാനുള്ള സൗകര്യമില്ല. അത് ചെയ്യുന്നത് ഇത് കരാർ ഏറ്റെടുത്തവരാണ്. കരാർ ഏറ്റെടുത്തവർ ഈ മാലിന്യം എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ലൈവത്തോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നമ്മൾ ഉന്നയിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാകില്ല. കാരണം ജോയിയുടെ മരണത്തോടുകൂടി മാലിന്യം പുറന്തള്ളുന്നത് ഒരു പരിധിവരെ എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, എല്ലാവരും ജാഗരൂകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അനധികൃതമായി ഈ മാലിന്യം ഇവിടെ നീക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഈ മാലിന്യം ഒന്നിക്കിൽ ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തിൽ, അതല്ലെങ്കിൽ പാർവതി പുത്തനാറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിൽ അനധികൃതമായി കുഴിച്ചിടുന്ന നിലയിലേക്ക്, എന്തായാലും ഈ കാണുന്ന മാലിന്യത്തിൻ്റെ സംസ്കരണം അത് അനധികൃതമായിരിക്കും എന്ന കാര്യം 110% ഉറപ്പാണ്. ഇതുപോലെ 4 മലകൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഈ 4 മലകളും ഇവിടുന്ന് പൂർണ്ണമായി നീക്കം ചെയ്തു എന്നതാണ്. റെയിൽവേക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമില്ല. നേരത്തെ നമ്മൾ വാർത്തകളിലെല്ലാം പറഞ്ഞതുപോലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കർശന നിർദ്ദേശപ്രകാരം റെയിൽവേ അതിനകത്തു നിന്ന് മാലിന്യം നീക്കി. അവർക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് കരാറുകാരെ ഏൽപ്പിച്ചു. കരാറുകാർ ഇവിടുന്ന് അനധികൃതമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 4 ലോഡ് കൊണ്ടുപോയി. പക്ഷേ അവസാനത്തെ ലോഡ് കൊണ്ടുപോയില്ല. അതിനിടയിലാണ് ജോയിയെ കാണാതാവുന്നതും ജോയിയുടെ ഞാൻ പ്രസാദിലേക്കും റോഷിമാലിലേക്കും തിരികെ എത്താം. പ്രസാദ്, ഇപ്പോൾ ഒരു മാലിന്യ മലയ്ക്ക് മുന്നേ